think? I can see it clearly. Another internet conspiracy, or is it No, debunked? it's true. It's You can true. see Yud, Hey, Vav, Hey. Yeah. Another Hey. Oh my goodness. This is it. You have to show them. This is it. Yahweh, the name of God, is written on the eastern wall of the Temple Mount. Unbelievable. We are here. It's happening. ഭൂമിയിൽ സ്വർഗം അടുത്തു നിൽക്കുന്നത് പോലെ തോന്നിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ദിവ്യ കൂടിക്കാഴ്ചകളിലും പുരാതന പ്രവചനങ്ങളിലും വിശുദ്ധ ചരിത്രത്തിലുമുള്ള സ്ഥലങ്ങളാണത്. എന്നാൽ ഇതിൽ നിന്നും യെരുശലേം വേറിട്ട് നിൽക്കുന്നുണ്ട്. മനുഷ്യരാശിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ വിശുദ്ധ നഗരം. രാജാക്കന്മാർ വാണ്, പ്രവാചകന്മാർ നിലവിളിച്ച് യേശു കരഞ്ഞ നഗരമാണിത്. എന്നാൽ യെരുശലേമിൽ ഏറ്റവും വിശുദ്ധമായി കണ്ട ഒരു സ്ഥലത്ത് വിചിത്രവും നിഗൂഢവും ഞെട്ടിക്കുന്നതുമായൊരു കാര്യം അടുത്തിടെ പ്രത്യക്ഷപ്പെട്ടു. ബൈബിളിലെ ഭാവിയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന ഒരു വാതിലിൻ്റെ തൊട്ടുമുകളിൽ ടെമ്പിൾ മൗണ്ടിൻ്റെ കിഴക്കൻ ഭിത്തിയിൽ മനുഷ്യർ എഴുതുന്നത് പോലെ പേര്, ഒപ്പ് എന്നിങ്ങനെ തോന്നിക്കുന്ന ഒരു കാര്യം ചിലർ കണ്ടെത്തി. അത് സത്യത്തിൽ പ്രകൃത്യാതീതമായ കാര്യങ്ങളാൽ ഉണ്ടായതാണ്. ഈ നിഗൂഢ അക്ഷരത്തിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ അത് പ്രത്യക്ഷപ്പെട്ടതിന് കാരണം എന്താണ്? ഇതിനെക്കുറിച്ച് ബൈബിളിൽ പ്രവചനം എന്തെങ്കിലും പറയുന്നുണ്ടോ? അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. യെരുശലേമിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ടെമ്പിൾ മൗണ്ട് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ 3 മതങ്ങൾക്ക് ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണിത്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ദേവാലയം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശു പഠിപ്പിച്ച, പ്രാർത്ഥിച്ച സ്ഥലമാണിത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡോം ഓഫ് ദി റോക്കും അൽ-അക്സ പള്ളിയും ഇവിടെയാണുള്ളത്. എന്നാൽ അതിൻ്റെ മതപരവും ചരിത്രപരമായ പ്രാധാന്യത്തിനപ്പുറം ടെമ്പിൾ മൗണ്ടിന് അതിലേറെ പ്രാധാന്യമുണ്ട്. ദൈവം തന്നെ തൻ്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഭൂമിയിലെ ഒരേ ഒരു സ്ഥലമാണിത്. 1 രാജാക്കന്മാർ 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവം ശലോമോനോട് പറയുന്നു, നീ പണിതിരിക്കുന്ന ഈ ആലയത്തെ എൻ്റെ നാമം അതിൽ എന്നേക്കും സ്ഥാപിപ്പാൻ തക്കവണ്ണം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെയിരിക്കും. ഈ വാക്ക് ദൈവം വെറുതെ പറഞ്ഞതല്ല. അക്ഷരാർത്ഥത്തിൽ ദൈവസാന്നിധ്യം ദൈവാലയത്തിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം അതിൽ നിറഞ്ഞു നിന്നു. ഭൂമിയിലെ മറ്റെല്ലാ സ്ഥലങ്ങളിലും വെച്ച് ആ പ്രത്യേക സ്ഥലവുമായി ദൈവത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. നൂറ്റാണ്ടുകളായിട്ട് ദൈവം തൻ്റെ നാമം യെരുശലേമിൽ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എങ്ങനെയായിരിക്കുമെന്ന് ആളുകൾ ചിന്തിച്ചിട്ടുണ്ട്. അത് പ്രതീകാത്മകമായിട്ടാണോ അതോ ആത്മീയമായിട്ടാണോ അല്ലെങ്കിൽ ശരിക്കും എല്ലാവരും കാണുന്ന രീതിയിലായിരിക്കുമോ എന്നൊക്കെ. ടെമ്പിൾ മൗണ്ടിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്ന് അതിൻ്റെ കിഴക്കൻ മതിലാണ്. പുരാതനവും തുറക്കാതിരിക്കാൻ മുദ്രയിട്ടതുമായ ഗോൾഡൻ ഗേറ്റ്, കരുണയുടെ വാതിൽ അല്ലെങ്കിൽ മശീഹയുടെ വാതിൽ എന്നും പേര് പറയാറുണ്ട്. ഈ വാതിൽ എന്തുകൊണ്ട് അടച്ചു പൂട്ടി മുദ്രയിട്ടിരിക്കുന്നുവെന്നും ആരും തന്നെ തുറക്കാതിരിക്കാൻ അതിൻ്റെ മുമ്പിൽ സെമിത്തേരി ഉണ്ടാക്കിയതിൻ്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലും ഇടാം. കാണാത്തവർ കാണുക. ഈ വാതിൽ മുഴുവൻ യെരുശലേമിലും വെച്ച് ഏറ്റവും സവിശേഷതയുള്ളതാണ്. ഇത് ഒലിവ് മലയ്ക്ക് നേരെ എതിർവശത്തുള്ളതാണ്. പ്രവാചകന്മാർ പറയുന്നതനുസരിച്ച് മശീഹ മടങ്ങി വരുമ്പോൾ യെരുശലേമിൽ പ്രവേശിക്കുന്നത് ഈ വാതിൽ വഴിയാണ്. നൂറ്റാണ്ടുകളായി ശാന്തമായി ആരാലും അറിയപ്പെടാതെ നിന്നിരുന്ന ഈ മുദ്രയിട്ട വാതിൽ ഇപ്പോൾ ആഗോളതലത്തിൽ ശ്രദ്ധാകേന്ദ്രമാണ്. അതിൻ്റെ കാരണം ആ വാതിലിൻ്റെ തൊട്ടുമുകളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാക്ക് കാരണമാണ്. കിഴക്കൻ മതിലിൽ അസാധാരണമായ ഒരു കാര്യം സന്ദർശകരും ഗവേഷകരും ശ്രദ്ധിക്കാൻ തുടങ്ങി. കല്ലുകളിലുണ്ടായ ഒരു വാക്കാണത്. കാലപ്പഴക്കമുള്ളതുകൊണ്ട് ആ മതിൽ പൊട്ടി വീണതുകൊണ്ടുണ്ടായ ഒരു വാക്കാണ് എന്നും പലരും പറയുന്നുണ്ട്. എന്നാൽ പുരാതന എബ്രായ ഭാഷയിലുള്ള ഒരു വാക്ക് പ്രത്യേകാൽ രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നാണ് ലോകം മുഴുവനും ചിന്തിക്കുന്നത്. ചിലരിത് മണ്ണൊലിപ്പ് കാരണം ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇത് കൂടുതൽ വിശകലനം ചെയ്തപ്പോൾ ഇത് യാദർശികമായിട്ടുണ്ടായതല്ല എന്നുള്ളത് മനസ്സിലായി. കാരണം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ഭിത്തിയിൽ കൊത്തിവെച്ചിരിക്കുന്ന ആകൃതി ഒരു പേരാണ്. സീനായ് പർവ്വതം മുതൽ മുഴങ്ങുന്ന പേരാണത്. ദൈവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് വസിച്ചിരുന്ന കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് പരിചയപ്പെടുത്തിയ ഒരു നാമമാണത്. ആ നാമമാണ് യഹോവ. അതെ, യഹോവ തന്നെയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നാമം. ഇതൊരു സ്ഥാനപ്പേരല്ല. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവത്തിൻ്റെ വ്യക്തിപരമായ നാമമാണിത്. പുരാതന ഇസ്രായേലിൽ ഉച്ചത്തിൽ പറയാൻ പോലും കഴിയാത്തത്ര വിശുദ്ധമായ നാമമാണിത്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നർത്ഥമുള്ള നാമം. പുറപ്പാട് 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ അതേ നാമമാണിത്. ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവും ആകുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം
ഇപ്പോൾ യഹോവ എന്ന വിശുദ്ധനാമം വീണ്ടും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഈ പ്രാവശ്യം കൽപ്പലകകളിലോ വിശുദ്ധ ചുരുളുകളിലോ അല്ല, മറിച്ച് മിശിഹ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന ആ മതിലിൽ തന്നെ. യഹോവ എന്ന നാമം വെറും വിശുദ്ധം മാത്രമല്ല, അത് ജീവദായകമാണ്. പുരാതന റബ്ബികൾ വിശ്വസിച്ചിരുന്നത് യഹോവയുടെ യോദ്, ഹേ, വാവ്, ഹേ എന്ന അക്ഷരങ്ങൾ മനുഷ്യൻ ശ്വാസമെടുക്കുന്ന അതേ ശബ്ദത്തെ അനുകരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്വസിക്കുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ തന്നെ ദൈവത്തിൻ്റെ നാമം അക്ഷരാർത്ഥത്തിൽ പറയുന്നു എന്നാണ്. നിങ്ങൾ ആദ്യമായിട്ട് ശ്വാസം എടുക്കുന്നത് മുതൽ അവസാന ശ്വാസം എടുക്കുന്നത് വരെ നിങ്ങൾ ദൈവത്തിൻ്റെ നാമം പറയുന്നു എന്നാണ്. ഈ നാമം എബ്രായ ബൈബിളിൽ ഏകദേശം 7000 പ്രാവശ്യം പറയുന്നുണ്ട്. ഈ പേര് ദൈവത്തിൻ്റെ നിത്യ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. ഇസ്രായേലിയർക്ക് ഇത് പറയാൻ പോലും പറ്റാത്തത്ര വിശുദ്ധമായിരുന്നു. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം പർവ്വതങ്ങൾ പോലും വിറയ്ക്കുന്ന പേരായിരുന്നു അത്. ഇപ്പോൾ ലോകത്തിന് അത് ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിത്യതയിലുള്ളതുപോലെ യെരുശലേമിൻ്റെ കൽമതിലിൽ എഴുതപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ കാലത്ത് പരീശന്മാർ യേശുവിൻ്റെ കൂടെ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സ്തുതിച്ച് ആർത്തു വിളിക്കുന്ന ജനക്കൂട്ടത്തെ മിണ്ടാതിരിക്കാൻ ഈ പരീശന്മാർ പറഞ്ഞു. ആ സമയത്ത് യേശു ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ കാലത്ത് ഇത് കാണുമ്പോൾ കല്ലുകൾ ആർത്തു വിളിക്കുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് പല ബൈബിൾ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. കിഴക്കൻ മതിലിൽ കൊത്തിയെടുത്ത യഹോവയുടെ ഈ പേര് അത് തന്നെത്താൻ രൂപപ്പെട്ടു വന്നു എന്നല്ല, ഈ ലോകത്തിലേക്കുള്ള ഒരു സ്വർഗീയ സന്ദേശമോ അല്ലെങ്കിൽ അവസാന കാഹളനാദം പോലെയോ അല്ലെങ്കിൽ രാജാവ് വരുന്നു, സമയം കുറവാണ് എന്നുള്ള ഒരു പ്രഖ്യാപനമോ ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ദൈവം എന്തിനാണ് കിഴക്കൻ മതിലിൽ തൻ്റെ നാമം എഴുതാൻ കാരണം? ലോകത്തെ ഉണർത്താനും വിശ്വസ്തരുടെ ഹൃദയങ്ങളെ ഉണർത്താനും വളരെ കാലം മുമ്പ് തന്നെ തൻ്റെ നാമം യെരുശലേമിൽ എന്നേക്കും സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്തത് നിറവേറ്റാനും വേണ്ടിയാണ് എന്നാണ് പല പണ്ഡിതന്മാർ പറയുന്നത്. ഇത് യേശുവിൻ്റെ വരവിനെ കാത്തു പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്ക് നല്ല പ്രത്യാശ നൽകുന്ന ഒന്നാണിത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.